ഇത് ഇത്രയും വലിച്ചു കയറ്റി തുപ്പി കളയണോ? മണ്ണെണ്ണയ്ക്ക് എന്താ വില? വേണ്ട, കുടിച്ചിറക്ക. എന്നിട്ട് എന്റെ വായൊരു തിരിയിട്ട് വെക്ക. കരണ്ട് പോകുമ്പോ കത്തിക്കല്ല. കാട്ടിലെ കുറ്റിച്ചെടി മുതൽ നാട്ടിലെ കൊടിച്ചിപ്പട്ടികളുടെ കാര്യം വരെ നോക്കാൻ ഇവിടെ വന, മൃഗ, പരിസ്ഥിതി സംരക്ഷണ സമിതികളുണ്ട്, മന്ത്രിമാരുണ്ട്. പക്ഷേ റേഷങ്ങൾ സെയിൽസ്മാൻമാരുടെ ഈ മണ്ണെണ്ണ കൂടി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഒരു പട്ടിച്ചാത്രമില്ല. റേഷൻ കടകൾ തന്നെ വേണ്ടാന്ന് വെക്കുന്നിടത്തേക്ക് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പോ അതെ ഇന്ന് കാശടച്ച് ചരക്കെടുക്കണ്ടേ? ആ അറ്റ കൈക്കരവിൽ തന്നെയല്ലേ വന്ന് ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കൊരു കൊടുത്തോളും. എന്നിട്ട് അടവ് ദിവസം 18 അടവും പമ്പരം പാച്ചിലും എനിക്ക് പണിയും. വാസ 1500, കുഞ്ഞക്കഞ്ഞെട്ട് 750, ഫർണിച്ചർ കട മരമില്ല മൂസ 200, പ്രാരാബ്ധം ഗണേശന് 1000. ഇതെന്താ പുതിയ നാടൻ പാട്ടാ? ബാക്കിയല്ല ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നട്ടെ. ഏട്ടന്റെ കുട്ടിയല്ലേ. നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ കടം കൊടുക്കലേ, അത് നീ എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്നേ നീ ഗതി പിടിക്കൂ എന്റെ അരവിന്ദ. ഈ കാശെന്ന് പറഞ്ഞാലേ അതിങ്ങനെ കൈമാറി കൈമാറി കാര്യങ്ങൾ നടത്താനുള്ളതാ. അത് കുഴിച്ചിട്ട മുള പൊട്ടണ വിത്തൊന്നല്ല. എന്റെ സ്മിട്ട് ചാലിടോ. അതെ ചുറ്റിക്കളിച്ച് നേരം കളയില്ലേ. സപ്ലൈ ഓഫീസ് മാത്രല്ല, രമേശനെ കണ്ട് രമണിക്ക് സ്വർണ്ണെടുക്കാൻ ഏർപ്പാടാക്കാനുള്ളതാ. സരസ്വതി മാത്രല്ല, എന്റെ ലക്ഷ്മിയാണ്. 25-ാം തീയതി ഒന്ന് ആയി കിട്ടാൻ ഏത് നോമ്പാ ഞാൻ നോൽക്കേണ്ടത്? ഇന്നടവിന്റെ ദിവസ കടം ചോദിക്കില്ലേ ചീരുവല്യമ്മേ? സോപ്പ് സോപ്പ് അതൊക്കെ എനിക്കറിയാം. ഈ ചീരുതല്ലേനെ നീ പട്ടിണിക്ക് ഇടില്ല. അതെ തൊടാനും പിടിക്കാനും നിക്കല്ലേ. എന്തെങ്കിലും സംഭവിക്കാൻ 5 മിനിറ്റ് മതി. പെണ്ണ് കെട്ടാത്ത ചെക്കനാ ഞാൻ. അരി കൊടുക്കല്ലേ പാവാ. അതാരാ മേശയില്? എപ്പോഴും വല്യമ്മ പറയാറില്ലേ എനിക്ക് ഈശ്വരൻ തരുന്നു. ഈശ്വരൻ തന്നതാ സരസ്വതി. നീ കെട്ടാൻ പോണ പെണ്ണ് കാണട്ടെ. ഓ എന്തൊരു നിറ, എന്തൊരു ചന്തം. ഞാനിതേ എല്ലാരും ഒന്ന് കാണിക്കട്ടെ. അതെ ചീർത്തള. നാടും വീടൊക്കെ വിട്ട് ഏതോ ഒരാളുടെ കൂടെ പേടിയുണ്ടോ? കണ്ടെന്ന് മുതല് ഈ ഒരു ഇതില്ലേ, എന്താ പറയാ, ഇത് സരസ്വതിയെ ദിവസം കാണണമെന്ന് തോന്നുക. സരസ്വതിയെ കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുക. സരസ്വതിക്ക് ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ? ഉണ്ടായിരുന്നോ? തടി മറന്നുറങ്ങണ സ്വഭാവാ നിന്റെ. സരസ്വതി എങ്ങനെയാണാവോ? കല്യാണ വീട്ടില് മാത്രം കയറി കളവ് നടത്തണ കള്ളന്മാരുണ്ട് അത്രേ നാട്ടില്. അതും പെണ്ണും ചെക്കനും കിടക്കണ മുറിയില് പൊന്നും പണ്ടൊക്കെ ഉണ്ടാവൂലോ. കല്യാണ തിരക്കിലൊക്കെ കണ്ടുവെച്ച് പോകും. ചിലപ്പോ മണിയറയിലെ കട്ടിലിനടിയിൽ വരെ കയറി ഒളിച്ചിരിക്കും അത്രേ വൃത്തിയേട്ടന്മാര്. ഈ മുറിയില് അലമാരിക്കാച്ചാ പൂട്ടുമില്ല. കുട്ടിയുടെ കയ്യിൽ ആഭരണം കുറച്ചുള്ളതാണേ. ശരി അമ്മ, ഞാൻ കരുതിക്കോളാം. നീ ആ പണ്ടങ്ങളൊക്കെ എങ്ങോട്ട് എടുത്തു തന്നോളൂ. എന്റെ അലമാരിയിൽ വെച്ച് പൂട്ടിക്കോളാം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. ഇനി കഥ കടിച്ചു കിടന്നോ. എല്ലാം കൂടെ ഒരു 50 പവനിലധികം ഉണ്ടാവുന്ന എനിക്ക് തോന്നണത്. അമ്മയ്ക്ക് എന്താ പറഞ്ഞതിലധികം കൊടുക്കണ കൂട്ടരൊന്നുമല്ല. ആളും വണ്ടി വന്നതിലൊക്കെ ഉണ്ട് ഒരു പിശുക്കത്തരം. പതുക്കെ ചെവിക്ക് ചെവി അറിയാതെ ആ സ്വർണ്ണക്കടയിലെ കടം വീട്ടുക. കല്യാണപ്പിറ്റേന്ന് തന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിന്റെ കാതും കഴുത്തും തൂക്കി വെക്കല് നാണക്കെട്ട പണിയാ. അതിലൊരു നാണക്കേടും ഇല്ലേട്ടാ.
ഇപ്പൊ നമ്മള് കടം വാങ്ങിയിട്ടാണെങ്കിലും രമണിക്ക് കൊടുത്തു വിട്ടത് നാളെ ദിനേശിനൊരു ആവശ്യത്തിന് എടുത്താ നമ്മൾ എതിര് പറയുവോ? ഇല്ലല്ലോ. അതില്ല. ആ വന്നു കേറിയാ പിന്നെ ആ പെണ്ണും പെണ്ണിന്റെ പൊന്നും ഒക്കെ വന്നു കയറിയെടുത്ത കൊള്ളതാ. അയ്യോ നോക്കിയെന്നേ, ഈ മാലയുടെ ഉത്ഭാവത്തൊരു നിറമാറ്റം. ഏയ്, ഈ കുട്ടിക്ക് എന്തായി പോയി? നിറം മാറാൻ എന്താ ഓന്താ? അയ്യോ നേരെ ഏട്ടാ, ഇതാ നോക്കൂ. എവിടെ നോക്കട്ടെ. വേറെയും ചില ബിസിനസ്സുകളൊക്കെ ആലോചനയിലുണ്ട്. ഒരു പെണ്ണ് വന്ന് കയറുന്നതോടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അത്രേ. ഇനി സരസ്വതിയുടെ ഐശ്വര്യം കൊണ്ട് വേണം എനിക്ക് എല്ലാ പുരോഗതി ഉണ്ടാവാൻ. ഉണ്ടാവും, എനിക്കത് ഉറപ്പാ. ഈ അമ്മ എപ്പോഴും എങ്ങനെയാ? ആദ്യ രാത്രിക്ക് വന്ന് കയറും, നമ്മളൊന്ന് റിഹേഴ്സൽ എടുത്ത് വരുമ്പോഴാ തുറക്കാ. ഇങ്ങോട്ട് വേടാ. കരുതി കൂട്ടി ചെയ്തല്ലാതെ ഇതിങ്ങനെ വരില്ല. ഇത് കണ്ടോ, ഇത് ഇത്രയും മുക്കുമണ്ടങ്ങളാ. ബാക്കിയുള്ളതിന്റെ സ്ഥിതി ഇനി എന്താണാവോ? അതും കൂടി അങ്ങോട്ട് മുക്കാക്കി ആകെ മുക്കായിരുന്നില്ലേ കൊള്ള കൂട്ടരെ. അതങ്ങനെ വരില്ല. വരില്ല എന്ന് പറഞ്ഞാൽ വന്നൂലോ. തലേന്ന് വീണ തേങ്ങ പുളുങ്കുരുവാണെന്ന് വെറുതെ ഇവിടെ പറഞ്ഞോണ്ട് പറ്റിയ കേട് തീരും. അരവിന്ദ, ഇത്രയും വലിയൊരു ചതിയിൽപ്പെട്ട അതിന്റെ വാലും തലയും തിരിഞ്ഞിട്ടും നിനക്ക് മാത്രം എന്താ അരവിന്ദ ഒരു കുലുക്കോ ഇല്ലാത്ത? അതിപ്പോ എന്താ ഏതാന്നറിയാതെ ഞാനിപ്പോ ഇതില്. വേണ്ട, നീ കയ്യും കെട്ടി ഉണ്ണിപ്പൊണ്ണനായിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്നോളൂ. ആ പെണ്ണിന്ന് എന്റെ കൂടെയാ കിടക്കണത്. നാളെ കോഴി കൂമ്പോ കല്ലടിക്കോട്ടൊന്നും ആളിവിടെ വരണം. പണ്ടത്തിന്റെ കാര്യം തീർച്ചയാവട്ടെ ആദ്യം. ഇല്ലാച്ചാ ഇവിടെ അങ്ങോട്ട് മുറിക്ക കൊണ്ടുപോയിക്കോട്ടെ. വേണ്ട ഇവിടെ ഐശ്വര്യക്കാട്ടിനെ. ആ മുറിയിലിരിക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ ഈശ്വരൻ സാക്ഷിയെ ഞാൻ കെട്ടിയ താലിച്ചരട് പൊട്ടിച്ചു വാങ്ങാ, വീട്ടിൽ കൊണ്ടാക്ക. എന്റെ അമ്മയ്ക്കാ കുറച്ചല്. ഗോപാലമാമിക്ക് ഈ കുടുംബത്തിന് മരിച്ചുപോയ എന്റെ അച്ഛനാ നാണക്കേട്. ആ നാണക്കേട് ഞാൻ അങ്ങോട്ട് സഹിച്ചു. നാളെ നേരം എടുത്താ നീ നാണം കെടും. അങ്ങാടിയില് രമണിക്ക് സ്വർണം വാങ്ങിയെടുത്ത് എന്തെടുത്ത് വെച്ച് കൊടുക്കുന്ന ആ രമേശൻ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും. വലിയ മണിമാരൻ ഞെരിക്കണുണ്ടല്ലോ, എവിടെ നിർത്തി വെച്ച് കൊടുക്കാനാ? നാളെ നേരം വെളുക്കും ഈ ഭൂലോകം ഉണ്ടെങ്കിൽ കാവുമ്പുറത്തെ തറവാട്ടിൽ ഒരു കല്യാണം നടന്നതിന്റെ കട ഞാൻ തീർത്തോളാം. തീർത്തല്ലേ പറ്റൂ. എന്റെ അമ്മ പോയി കിടന്നോളൂ. അവള് കിടക്കേണ്ട അടുത്ത് അവളും കിടന്നോളൂ. പെണ്ണിന്റെ തൊലിവിളി പാണത്തല്ലാത്ത ആണുങ്ങൾക്ക് കാലക്കേടാ. അരവിന്ദ, നിനക്ക് നല്ലോണം അറിയാം ഈ വീടിന്റെ ആകെയുള്ള മണ്ണിന്റെ ആധാരം കോടതിയിലാണെന്ന്. ഈ എന്ത് അങ്ങോട്ട് പൊലരും. നാളെ വലിയൊരു കടക്കാരനാ നീ. അത് പിന്നെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചതാ. പിന്നെ 3 മക്കളെ നട്ട് നനച്ചുണ്ടാക്കാൻ എമ്പാട് സഹിച്ചിട്ടുണ്ട് അമ്മ. ഈ നാട്ടിൽ ആദ്യമായിട്ട് റേഷൻ കട ഭരിച്ചൊരു ചെറിയ ഇന്ദിരാഗാന്ധി അവര്. അതിൻ്റെയൊക്കെയാ. അവര് പറയണ പോലെയാന്ന് വിചാരിക്കരുത്. അറിയാനാ സത്യത്തിൽ എന്താണ്ടായേ. ഏട്ടന്മാരൊക്കെ ഉണ്ടായിട്ടും ആര് പറ്റിച്ചതാ, ആർക്ക് പറ്റിയതാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. പറയാനറിയില്ലെങ്കിൽ അതല്ല, വിഷമാണെങ്കിൽ വേണ്ട. ഏട്ടന്മാര് എന്റെ നേരെ ഏട്ടന്മാരല്ല, അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ളവര്. ആ അമ്മ നേരത്തെ മരിച്ചതാ. എനിക്ക് ഏട്ടന്മാരില്ല. അച്ഛനും അമ്മയും ആരുമില്ല എനിക്ക്. ആരും. അവസാനം വരെ നടക്കില്ല എന്ന് വിചാരിച്ച കല്യാണം അത്. എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല. ഞാൻ ഉറപ്പിച്ചതാ. അന്നേ വേണ്ടാന്ന് വെച്ചാ മതിയായിരുന്നു. അല്ലാതെ ഇടിപ്പിച്ച എന്നെ ശ്രീധരമാമ ഇങ്ങനെ ഭാരം ഒഴിവാക്കേണ്ടിയിരുന്നില്ലല്ലോ എന്റെ ഈശ്വര. അമ്മ പറഞ്ഞില്ലേ ഈ മുറിയില് ഞാൻ വേറെ എവിടെയെങ്കിലും കിടന്നോളാം. ഒന്ന് നേരെ പോലെയുള്ളല്ലേ. നിനക്കും കൂടി ഉറങ്ങാനുള്ള മുറി അത്. നമ്മൾ ഒരുമിച്ച്. ഇനി അങ്ങോട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് നേരിടേണ്ടത്, വീതിച്ച് അനുഭവിക്കേണ്ടത്. ഒറ്റയ്ക്കൊരു വേദനയും കണ്ണീരും ഒന്നും വേണ്ട. നോക്ക്, രാവിലെ നേരത്തെ എണീറ്റ്
അടിച്ചും തുടച്ചും ഐശ്വര്യം നിറച്ചു കാവും പുറത്തെ വീട്ടിലും എല്ലാവരുടെ മനസ്സിലും ഞാനുണ്ട് കൂടെ. ഏയ് പൊറുക്കണം എന്ന് പറയാനുള്ള യോഗ്യതയും കൂടി എനിക്കില്ല. എന്നാലും ദൈവത്തെ വിചാരിച്ച് ഈ വയസ്സിനോട് പൊറുക്കണം. കുടുംബത്തിൽ പിറന്നവർക്ക് ചേരാത്ത പണിയാണ് ഞാൻ ചെയ്തത്. ഇവിടുത്തെ ഈ സ്ഥിതിയും കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോടെങ്കിലും. പ്രതീക്ഷിച്ചവരൊക്കെ കൈ ഒഴിഞ്ഞപ്പോ അവള് പറഞ്ഞതാ, വേണ്ട ശ്രീധരമാമ, ഒന്നും വേണ്ട, എനിക്ക് യോഗമില്ലാന്ന്, നിങ്ങളെ വിവരറിയിക്കണമെന്ന്. പറഞ്ഞുറപ്പിച്ച ദിവസം പണ്ടല്ലാത്തോണ്ട് കല്യാണം മുടക്കിയെന്നറിഞ്ഞ പിന്നെ ഒരു കാലത്തും എൻ്റെ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പായപ്പോഴാ ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്തു. എന്റെ മോനെ പോലെ കരുതി പറയാ, വേറെ ആരും അറിയണ്ട, ഞാൻ അവളെ കൂട്ടിയിട്ട് പോന്നോളാം. ഇല്ല അമ്മാമ്മേ, ഒഴിവാക്കാനാണെങ്കിൽ ഒറ്റയ്ക്ക് വരില്ലായിരുന്നല്ലോ. പൊന്നും പണ്ടവും തൂക്കി നോക്കിയിട്ടൊരു പെണ്ണ്, ഗതികേട് കൊണ്ട് ഞാനും ഇടയ്ക്ക് അങ്ങനെ ഒന്ന്, അതിനുള്ളത് അന്ന് ദൈവം തരുകയും ചെയ്തു. ഇക്കാരണം കൊണ്ട് സരസ്വതി ഇവിടെ തിരിച്ചു കയറി വരില്ല. ഈശ്വര, ഇങ്ങനൊരു തീരുമാനം ഉറപ്പിച്ച് പറഞ്ഞിറങ്ങണത് മുന്നിൽ വേറൊരു വഴിയും കണ്ടിട്ടല്ല, ഈശ്വരനെ മാത്രം കണ്ടിട്ടാ. ബാബു, രമണിയുടെ സ്വർണ്ണ ഏർപ്പാട് കൊടുത്ത രമേശന എന്താ ചെയ്യുക? അയാൾ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കെങ്ങനെ അറിയാം? അതല്ല, നമ്മളിപ്പോ എന്താ ചെയ്യുക? നമ്മളോ? ഈ കാര്യത്തിൽ ഒരു ബഹുവചനം വേണോ ഗോപാലമാമേ? പവൻ 50 എന്ന് വെച്ചാൽ ലക്ഷം 2. കണ്ണിക്കണ്ട ആൾക്കാരെയൊക്കെ കാലനെ ചൂണ്ടി പേടിപ്പിച്ചാ ഞാനൊക്കെ ജീവിക്കാനുള്ള ചില്ലാൻ ഒപ്പിക്കണത്. ഇന്നലെ ആ കല്യാണച്ചോറുണ്ടു, അത് ഈ നാട്ടിലെ പലരും ഉണ്ട്. ആ പേരില് ലക്ഷത്തിന് തല വെക്കാനുള്ള ശേഷിയൊന്നും ഈ പാവം കോടിപതിക്കില്ല. എന്താ ബാബേട്ടാ? പെട്ടി പാക്ക് ചെയ്തോളൂ കേട്ടോ.